ദുബായ് നഗരത്തിൽ രാവിലെയും വൈകുന്നേരങ്ങളിലും അനുഭവപ്പെടുന്ന അതിതീവ്ര ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനാണ് പുതിയ മാർഗനിർദ്ദേശം. കഴിഞ്ഞ മാസം ശക്തമായ മഴയുണ്ടായപ്പോഴും മുൻപ് കോവിഡ് മഹാമാരിയുടെ കാലത്തും സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും വർക്ക് ഫ്രം ഹോം അനുവദിച്ചിരുന്നു. മാത്രമല്ല, രാവിലെ ഓഫീസിൽ വരികയും വൈകുന്നേരം ഓഫീസ് വിട്ടു പോകുകയും ചെയ്യുന്നതിന് പകരം ഫ്ലെക്സിബിൾ വർക്ക് ടൈം സംവിധാനം ചില ഘട്ടങ്ങളിൽ പരീക്ഷിച്ചു. ഇതും ഫലപ്രദമാണെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് റിമോട്ട് വർക്കിംഗ് അഥവാ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന രീതി വിപുലീകരിക്കാനുള്ള ശുപാർശ. ദുബായ് എക്സിക്യൂട്ടീവ് കൌൺസിലിന്റെ പരിഗണനയ്ക്കെത്തിയ ശുപാർശ എന്ന് നടപ്പാക്കുമെന്ന് വ്യക്തമല്ല. യാത്രാ ബസ്സുകൾക്ക് മാത്രമായി പ്രത്യേകം പാത എന്നതാണ് മറ്റൊരു നിർദ്ദേശം. ബസ്സുകൾക്കും ടാക്സികൾക്കും പ്രത്യേക പാതയൊരുക്കുമെന്ന് ദുബായ് RTA നേരത്തെ അറിയിച്ചിരുന്നു. ഗതാഗതക്കുരുക്കിൽ അകപ്പെടാതെ ബസ്സുകൾക്ക് മുന്നോട്ടു പോകാൻ പുതിയ പാത സഹായിക്കും. സ്കൂൾ കുട്ടികൾ സ്കൂൾ ബസ്സുകളിൽ മാത്രം സഞ്ചരിക്കുക എന്ന നിർദ്ദേശവുമുണ്ട്. കുട്ടികളെ സ്കൂളിലാക്കാനും തിരിച്ചു വിളിക്കാനും രക്ഷിതാക്കൾ കാറിലെത്തുന്നത് വലിയ ഗതാഗതക്കുരുക്കിന് വഴിവെക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് കൌൺസിലിന്റെ അംഗീകാരം ലഭിക്കുന്ന ശുപാർശകൾ വരും നാളുകളിൽ നടപ്പാക്കും. മാതൃഭൂമി ന്യൂസ്, ദുബായ്.